യൂഷ്വലി കോളേജിൽ നിന്ന് നമ്മൾ ഫ്രണ്ട്സായിട്ട് പുറത്തു പോകാറുണ്ടല്ലേ. എന്നാൽ എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെയല്ല. ഒരു ചെറിയ ഗ്യാപ്പ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ വീട്ടിലേക്ക് ഓടുന്ന ടീംസാണ് എല്ലാ എണ്ണവും. പിന്നെ ഞങ്ങളുടെ കോഴ്സൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആവാറായി. സോ എവിടെയെങ്കിലും നല്ല ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ഒല്ലൂരിൽ റീസെൻ്റായിട്ട് തുടങ്ങിയ ദർബാർ ഫുഡ് കോർട്ടിലേക്ക് ചെന്നു. ഒരു 8-10 പേരുണ്ടായിരുന്നു. അപ്പോൾ ചെയറും ടേബിളൊക്കെ അടുപ്പിച്ചിട്ട് ഒന്നിച്ചിരിക്കാനുള്ള പ്ലാനായിരുന്നു. ഒരു ചേട്ടൻ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തു. അയാൾ ഷോപ്പിലുള്ള ആൾ തന്നെയാണ്. ഡിഫറെൻറ്റ് ഫുഡ് കോർട്ട്സ് ഉണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു ഓരോന്ന് മേടിച്ചിട്ട് എല്ലാവർക്കും കൂടി ഷെയർ ആക്കാമെന്ന്. ബട്ട് ഗസ് വാട്ട്, ഞാൻ ഒരു ഷവർമ ഒറ്റയ്ക്ക് കഴിക്കാൻ തീരുമാനിച്ചു. എൻ്റെ ഷവർമ ഫസ്റ്റ് വന്നു. പിന്നെ എല്ലാവർക്കും കൂടി ഒന്നിച്ച് കഴിക്കാൻ വേണ്ടി തൽക്കാലം ഞാൻ സാലഡും ക്യാരറ്റൊക്കെ കടിച്ചിങ്ങനെ നിന്ന്. എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര സാൾട്ടി ആയിരുന്നു. ഒരു ബക്കറ്റ് ബിരിയാണി മേടിച്ച്, ചിക്കൻ ബിരിയാണി ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡ് ഓരോന്നോരോന്ന് കൊണ്ടുവന്ന് വയ്ക്കവേ എല്ലാവരുടെ മുഖത്ത് ആനന്ദം ഒഴുകുകയാണ് ഗൈസ്. ഫസ്റ്റ് ടൈമാണ് ദർബാർ ഫുഡ് കോർട്ടിലേക്ക് വരുന്നത്. നല്ലൊരു ആംബിയൻസ് ആണ് മൊത്തത്തിൽ. പതുക്കെ ഞങ്ങൾ ഓർഡർ ചെയ്ത് ഓരോ ഐറ്റംസ് വരാൻ തുടങ്ങി ഗൈസ്. ഇതാണ്ട് ഈ സാധനം പിസ്ത ന്യൂട്ടെല്ല ക്രീം. ഇതിൻ്റെ പേര് തന്നെ ഭയങ്കര കട്ടിയാണല്ലേ, ബട്ട് ഭയങ്കര ടേസ്റ്റാണ്. ഐസ്ക്രീം, അവൽ മിൽക്ക്, ബോത്ത് വെജും നോൺ വെജും ആയിട്ടുള്ള മോമോസ് മേടിച്ച്. ഉള്ളത് പറയാലോ, ചീസി വെജ് മോമോസ് അട്ടാറ് ഫ്ലോപ്പായിരുന്നു. സോ അതെങ്ങനെയും കഴിച്ച് തീർക്കാൻ വേണ്ടി അതിൽ കുറേ അച്ചാറ് കോരി വാരി നവ്യയ്ക്ക് അക്ഷര കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. അക്ഷര ഇങ്ങനെ പലതും ചെയ്യും. അക്ഷരയ്ക്ക് ഫുഡ് വേസ്റ്റ് ചെയ്യുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവൾ പല ട്രിക്ക് കാണിച്ച് നമ്മളത് കഴിപ്പിക്കാൻ നോക്കും. പാവം നവ്യ അതെങ്ങനെയൊക്കെയോ കഴിച്ചു. നല്ലൊരു ആംബിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഫോട്ടോ എടുക്കാനുള്ള ഒരു പ്രവണത കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ ലൈറ്റായിട്ടുള്ളൊരു ഫോട്ടോ സെക്ഷൻ പരിപാടിയായിരുന്നു നെക്സ്റ്റ്. ജസ്റ്റ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ കുറച്ച് ഓവറാക്കിയാലേ എല്ലാവരും ശ്രദ്ധിക്കൂ എന്നുള്ള മട്ടിൽ എല്ലാം അങ്ങനെ കൈ വീശി കാണിച്ചു. ഞങ്ങൾ കുറേ നേരമായി കടയിൽ വന്നിട്ട്. സോ ഇവർ പുറത്താക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ തന്നെ അവസാനം ഇറങ്ങി ഗൈസ്. ഇവിടുന്ന് ഞങ്ങളുടെ കോളേജിലേക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. സോ ഞങ്ങൾ വീണ്ടും കഴിച്ച് ദഹിക്കാനും കൂടിയായിട്ട് നടന്നു. ബൈ ഗൈസ്.